റസൂലിന്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഅബയുടെ താക്കോല് കുറച്ചു നേരം കയ്യിൽ പിടിക്കാന്ന്, തൊടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോ ആ താക്കോലുള്ളത്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ആ താക്കോല് കുറച്ചു നേരം എനിക്കൊന്ന് തരുമോ ഉസ്മാൻ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ലടാ, തരൂല. റസൂല് പിന്നെയും ചോദിച്ചു, കുറച്ചു നേരം, തൊടാനാണ്. അള്ളാഹുവിന്റെ ഭവനമാണ്, ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകള്, അവർ പണിത വീട്, അതിന്റെ താക്കോലല്ലേ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. തരൂല മുഹമ്മദേ, നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ. ആടുമേച്ച് നടന്ന ഒരുത്തൻ, ഇടയബാലനായി കടന്നുപോയ ഒരുത്തൻ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കാം, തരൂല. നബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അതെന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ, ഈ താക്കോല് എന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട്, അന്നത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല മുഹമ്മദ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം എങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അവസാനമായിരിക്കും. അതൊന്നുമല്ല. അറബികളും ഖുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷെ താക്കോൽ എന്റെ കയ്യിലെത്തും. മക്ക വിജയത്തിന്റെ ദിവസം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാ. പറഞ്ഞ താക്കോലല്ലേ, ആ താക്കോൽ ആ കയ്യിലുണ്ട്. ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് തന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു ഒക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, പ്രവാചകർ എനിക്ക് തരുമോ?